ഇതിൽ പ്രധാനപ്പെട്ടത് രഹസ്യമൊഴി അടക്കം നൽകിയ ഒരു കോടതിയാണിത്. ഇതിൽ കോടതിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു വിശദാംശങ്ങളോ കാര്യങ്ങളോ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടിയും നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം തന്നെ ഈ കോടതിക്ക് ജാമ്യം നിഷേധിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആവശ്യമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. റിമാൻഡിലേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അത് ഇത് വലിയ രീതിയിൽ തന്നെയുള്ളതാണ്. അതുകൊണ്ട് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് തുടക്കം മുതൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. എല്ലാ തരത്തിലും ഇതിൽ അത് തെറ്റായ സന്ദേശം നൽകും. ഇപ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മറ്റ് പല സ്വാധീനങ്ങൾ ചെലുത്താൻ ശ്രമിക്കും. പ്രബലനായ ഒരു വ്യക്തി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് വലിയ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്. കേസ് തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതകളുമുണ്ട്. പ്രതിഭാഗം കോടതിക്ക് മുന്നിൽ വെച്ചിരുന്ന ഡിഫൻസ് കോടതിയിൽ വെച്ചിരുന്ന ഒരു കാര്യം, ഈ പ്രതി ഒരു വലിയ വ്യവസായിയാണ്, ജയിലിൽ അദ്ദേഹം ഇരുന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും കോടതി ഒരു പരിഗണനയും നൽകാതെ കേസിൻ്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് കടന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് മനു. കാരണം അതൊന്നും പരിഗണനയ്ക്ക് ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കോടതിക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു കുറ്റവാളി, അത് സ്ത്രീ അപമാനിക്കപ്പെട്ട ഒരു കുറ്റവാളി ചെല്ലുമ്പോൾ ഇതൊന്നും പരിഗണനയ്ക്ക് എടുക്കേണ്ട കാര്യമേ തന്നെയില്ല. കാരണം അങ്ങനെ കരുതിക്കൊണ്ടൊരു വ്യവസായിക്ക് അല്ലെങ്കിൽ ഈ രീതിയിൽ സ്വാധീനം ചെല്ലുന്ന ആൾക്ക് പണപ്രഭുക്ക് അവർക്കൊക്കെ ഈ രീതിയിൽ എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വളരെ തെറ്റായ ഒരു സന്ദേശം നൽകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പ്രോസിക്യൂഷനും അത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതും അത് തന്നെയാണ്. കാരണം ഇത് വളരെ തെറ്റായ ഒരു സന്ദേശം നൽകുന്ന കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഓർക്കുക, പലതവണ ഇവർ പ്രതിഭാഗം ശ്രമിച്ചത് ഒരു കാര്യത്തിനാണ്. കാരണം ഈ പരാമർശിക്കപ്പെടുന്ന ഈ പ്രത്യേക പരിപാടി ഒരു ഉദ്ഘാടന വേദിയായിരുന്നു. ആ ഉദ്ഘാടന വേദിയിലേക്ക് മാത്രമായിട്ട് ഈ വിഷയങ്ങൾ ചെറുതാക്കാൻ, ചുരുക്കാനായിട്ട് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പ്രോസിക്യൂഷനോട് തന്നെ കോടതി ഒരു വേള ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൽ എതിർപ്പുണ്ടോ എന്നാണ്. അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് അതിലേക്ക് മാത്രം ശ്രദ്ധയൊതുക്കാനായിട്ട് അവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല. അതാണ് ഈ പരാതിക്ക് നിദാനമായി സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്ന് ആവർത്തിച്ച പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഈ ഫോൺ കസ്റ്റഡിയിലുണ്ടല്ലോ, പിന്നീട് എന്തെങ്കിലും വിവരം വേണമെങ്കിൽ വിളിപ്പിച്ചാൽ മതി, റിമാൻഡ് വേണ്ടതില്ല, വീഡിയോ തെളിവുകൾ നൽകാം, പരിശോധിച്ച് എന്നൊക്കെ പ്രതിഭാഗം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പ്രോസിക്യൂഷന് വളരെ കൃത്യമായി ഗണ്ണിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു അന്തിമ ഫലം നൽകുന്ന സൂചന, അല്ലേ? കൃത്യമായും. കാരണം മനു, ഇതിന്റെ തുടക്കം മുതൽ തൊട്ട് തലേന്ന ദിവസം മുതൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അതിന് കൃത്യമായ ചുമതലകൾ വിധിച്ചു നൽകുന്നു. അവർ അന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയുണ്ടെന്ന് വളരെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. അയാളുടെ നീക്കം എന്താകാനാണ് സാധ്യതയെന്നത് അവർ ചോദിച്ചാൽ മനസ്സിലാക്കുന്നു. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നു. പിറ്റേന്ന് പുലർച്ചെ, അതായത് ഇന്നലെ രാവിലെ തന്നെ അന്വേഷണ സംഘം എത്തുന്നത് ബോബി ചെമ്മണ്ണൂറുള്ള എസ്റ്റേറ്റിലാണ് എത്തുന്നത്. അദ്ദേഹം അന്ന് കണി കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവിടെ അന്വേഷണ സംഘം എത്തി. പോലീസിന്റെ വലയിലാണ് താനെന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുന്നു. പോലീസ് വാഹനങ്ങൾ കുറുകെ ഇട്ടുകൊണ്ട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നു. അവിടെ മുതൽ പോലീസിന്റെ കൃത്യമായ ഒരു പ്ലാൻ വിജയിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തി എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ബോബി ചെമ്മണ്ണൂർ ജാമ്യമില്ല എന്ന വാർത്തയറിഞ്ഞ് കോടതിക്ക് മുന്നിൽ തല കറങ്ങി വീണിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അഭിഭാഷകർ സംസാരിക്കുന്നു മാധ്യമങ്ങളോട്. വീഡിയോസ് ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ? കൃത്യമായി നമുക്ക് നമ്മുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യം കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. ഏത് ജയിലിലേക്ക് അങ്ങനെ ഓർഡറിലൊന്നും പറയില്ല. കോടതിയിൽ അന്വേഷിച്ചാൽ അഭിഭാഷകയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കസ്റ്റഡി ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങാത്തത് എന്ന് അവർ പറയുന്നു. ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ വാദങ്ങളും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ നൽകിയ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്നു കോടതി.
എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യമില്ല എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുന്നത്. 14 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും, അഴിയെണ്ണേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിന് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വിവാദ വ്യവസായി നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രോസിക്യൂഷൻ അഭിഭാഷകയാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എല്ലാ വാദമുഖങ്ങളും ശക്തമായി തന്നെ ഉന്നയിക്കാനായി തങ്ങളുടെ വാദങ്ങൾ മുഖവിലക്കെടുത്തിരിക്കുന്നു കോടതി എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. കസ്റ്റഡിയിൽ വേണമെന്ന ഒരു ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടില്ല. ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും ബോബി ചെമ്മണ്ണൂരിനെ എന്നതാണ് ഇനി അറിയാനിരിക്കുന്നത്. ആ സമയത്ത് തന്നെ വരുന്ന മറ്റൊരു വാർത്ത, അവിടെ ദേഹാസ്വാസ്ഥ്യം, കോടതി ജാമ്യമില്ല എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കാർത്തിക് കൂടി ചേരുകയാണ്. കാർത്തിക്, ലൈംഗിക അധിക്ഷേപ പരാമർശത്തിലാണ് ഇപ്പോൾ വ്യവസായിയും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള, നിരന്തരം സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്തേക്ക് പോകുന്നത് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. പ്രോസിക്യൂഷനെ സംബന്ധിച്ചൊരു വിജയവുമാണ്. എങ്ങനെ നമുക്ക് ഈ കേസിന്റെ വഴികൾ നോക്കിക്കാണാം? ഇതൊരു മെസ്സേജ് കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. നമുക്കറിയാം, പൊതുരംഗത്ത് നിൽക്കുന്ന നിരവധി സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടിയെ, അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും എത്ര വമ്പന്മാരായാലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിധി നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. പ്രതി ഇത് ആദ്യ തവണയല്ല ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. പ്രതി ശക്തനാണ്, സമ്പന്നനാണ്, അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായിയാണ്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ കോടതി വിധി എന്ന് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് അദ്ദേഹത്തെ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ജാമ്യം ഇല്ല എന്ന വിധി അറിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ വിശ്രമ മുറിയിൽ ഇരിക്കാൻ കോടതി അനുവാദം നൽകി. ഏതായാലും ഇനി ജില്ലാ ജയിലിലേക്കാണോ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ഇല്ല. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡിഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, പ്രതിയുടെ സ്വാധീനമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വിശദമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ജാമ്യം നൽകിയാൽ അത് ഇരയോടുള്ള നീതി നിഷേധമാകും എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനുള്ള സാധ്യതകളടക്കം പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. നേരത്തെ ഈ കേസിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി മുഖ്യമന്ത്രിയുമായി നടി ഹണി റോസ് ഫോണിൽ സംസാരിച്ച ശേഷം കൃത്യമായ നടപടികൾ ഉണ്ടായി എന്ന് തന്നെ പറയണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പഴുതുകൾ അടച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അതീവ രഹസ്യമായി കൊച്ചി പോലീസ് വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട്ടിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടിന് പുറത്ത് കാത്തു നിൽക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത് കാത്തു നിൽക്കുന്നു. എന്നിട്ട് തേയിലത്തോട്ടത്തിന് മധ്യേ അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ പിടിക്കുന്നു. ഇത്തരത്തിൽ പഴുതുകൾ അടച്ചുള്ള എല്ലാ നീക്കങ്ങളും ബോബി ചെമ്മണ്ണൂരിനെതിരെ സർക്കാർ നടത്തി എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്കും തുടർന്ന് അതിശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കാനുമുള്ള സാഹചര്യത്തിലേക്കുമൊക്കെ വഴിവെച്ചത്. എന്തായാലും ദ്വയാർത്ഥ പ്രയോഗമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ 1 മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. 1 മണി മുതൽ 2 മണി വരെ നീണ്ട വാദങ്ങൾ. ദൃശ്യങ്ങൾ ഇപ്പോഴും നടി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതടക്കം നേരത്തെ ഉണ്ടായ സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കവെയും ബോധിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹണി റോസിന്റെ ശരീരത്തിൽ അദ്ദേഹം മനഃപൂർവ്വം സ്പർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ പറഞ്ഞത് മാത്രമാണ്, ഒരു കഥാപാത്രത്തെ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കഥാപാത്രം
കഥാപാത്രത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം മാത്രമാണ് നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിരവധി വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ കോടതി തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിനിപ്പോൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ കഴിയുമോ എന്നതുകൂടി, മേൽക്കോടതിയിൽ മൂവ് ചെയ്യാൻ കഴിയുമോ എന്നതുകൂടി സംശയമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിനെ എന്നതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, ഇവിടെ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെങ്കിൽ, തള്ളുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും നടത്തി വന്നിരുന്നു ബോബി ചെമ്മണ്ണൂർ. പക്ഷേ ഇപ്പോൾ ഏറെ നേരത്തെ വാദപ്രതിവാദത്തിന് ശേഷം പിന്നീട് വിധി പറയാൻ മാറ്റി. ഇപ്പോൾ മാത്രമാണ് കോടതിയുടെ തീർപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിനി ജാമ്യാപേക്ഷ മൂവ് ചെയ്യുക സാധ്യമാണോ? ഇന്ന് എന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ബോബി ചെമ്മണ്ണൂരിന് ഒരുങ്ങുകയാണ്. അങ്ങനെ തന്നെയാണ്. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചാൽ പോലും അത് ഫയൽ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീഡിങ്സിലേക്ക് പോകാൻ മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സമയമോ കാര്യങ്ങളോ സാവകാശമോ ഒന്നും തന്നെയില്ല. പക്ഷേ ജയിലിലേക്ക് പോകുക എന്നതാണ്. പക്ഷേ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ദേഹാസ്വസ്ഥ പ്രകടിപ്പിച്ച് വീണിരിക്കുന്നു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇനിയിപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടി വരും. ചികിത്സയിലേക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുള്ളത്. അവിടെ എത്തി ഡോക്ടർമാർ അത് കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യങ്ങളിലടക്കം തീരുമാനം ഉണ്ടാകേണ്ടത് എന്നതാണ് ആലോചിക്കുക. കാരണം ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ അന്ന് ആ സമയത്ത് അത് പറഞ്ഞു പോകുമ്പോൾ അതിന് വലിയ കാര്യങ്ങൾ കൊടുത്തിരുന്നില്ല. തുടക്കത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്, ഒന്ന്, തനിക്ക് നട്ടലിന് പരിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വീണതിനെ തുടർന്ന് കാലിന് പരിക്കുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സംഭവിച്ച ഒരു വീഴ്ചയിൽ സംഭവിച്ചതാണ് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം താനൊരു അൾസർ രോഗിയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് അപ്പോൾ അത്ര പ്രസക്തമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് കൂടുതൽ ഗൗരവമുള്ളതാവുകയാണ്. പ്രത്യേകിച്ച് തലകറങ്ങി ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് വീണിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അത്രയും ഇനിയിപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് വരുമ്പോൾ, പരിശോധനയിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾ കൂടി, തനിക്ക് ശാരീരിക ആവശ്യകതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അവിടെ ബോധിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചായിരിക്കും അവിടെ നിന്ന് വിടുതൽ നൽകുമോ മറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ എന്ന കാര്യങ്ങളടക്കം തീരുമാനിച്ചതിനെ ആശ്രയിച്ചിരിക്കും ജയിലിലേക്ക് ഇന്ന് പോകേണ്ടി വരുമോ എന്നതിനെ കൂടി. അതാണ് നിലവിൽ ഇപ്പോൾ മുന്നിലുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം സബ് ജയിലിലേക്കോ ഇവിടെ തൊട്ടടുത്തുള്ള ഹൈക്കോടതി സമീപമുള്ള സബ് ജയിലിലേക്കോ കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്കോ ആണ് റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ പ്രതികളെ അവിടേക്കാണ് അയക്കേണ്ടത്. പക്ഷേ ഈ ഒരു രോഗാവസ്ഥ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അവരുടെ റിപ്പോർട്ടിനെ അവലംബിച്ചായിരിക്കും ഇങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നത് സംബന്ധിച്ച് കൂടുതൽ ചികിത്സ വേണമോ അവിടെ തുടരണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോടതി ജാമ്യം അനുവദിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തം. റിമാൻഡ് ചെയ്തിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ. തീർച്ചയായും ഏറ്റവും പ്രസക്തമായ കാര്യം അത് തന്നെയാണ്. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ബോബി ചെമ്മണ്ണൂരിന് ജയിലറയ്ക്കുള്ളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് കോടതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ആ നിലയിൽ ചികിത്സ തേടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധന നടക്കാനിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ജയിലിലേക്കാണോ അതോ ആശുപത്രിയിൽ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് കോടതിയിൽ ഉയർത്തിയിരുന്ന എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് 14 ദിവസം റിമാൻഡ് ചെയ്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിധിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അറസ്റ്റിന് ശേഷമൊക്കെ വന്നപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെയും ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെറ്റ് ചെയ്തിട്ടില്ല, കുറ്റബോധം തോന്നുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും താൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് തന്റെ പരാമർശങ്ങൾ എന്നൊക്കെയുള്ള വാദം ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടല്ല കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്. ജാമ്യം ലഭിക്കാനായി കോടതിയിൽ പറഞ്ഞ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ പ്രതി നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.
അത് കോടതി മുഖവിലക്കെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസം റിമാൻഡ് ചെയ്തുള്ള കോടതിയുടെ നടപടി വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോടതി മുറിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു എന്നത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. ഇനി ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും ബോബി ചെമ്മണ്ണൂരിനെ എന്ന് മനസ്സിലാക്കുന്നു. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? കോടതി മുറിയിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? എപ്പോൾ, അല്ലെങ്കിൽ ഉടൻ തന്നെ കൊണ്ടുപോകുമോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ കോടതിക്ക് തൊട്ട് സമീപമുള്ള മുറിയിൽ അദ്ദേഹത്തെ കിടത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോടതിക്കകത്താണ്. അതിനുശേഷം അല്പസമയത്തിന് ശേഷം അത് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത് അതിന് മാറിയതിനു ശേഷം താഴേക്ക് എത്തിക്കും. ഒന്നുകിൽ ഈ വാതിൽ വഴിയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വാതിൽ വഴിയോ ആയിരിക്കും കൊണ്ടുവരിക. എന്തായാലും ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പടവുകൾ ഓടിക്കയറിപ്പോയ ഒരു മനുഷ്യനാണ് ബോബി ചെമ്മണ്ണൂർ. വളരെ പെട്ടെന്ന് അദ്ദേഹം ഓടി കയറി മുന്നോട്ട് പോയതാണ്. മാധ്യമങ്ങളുടെ പോലും കണ്ണിൽപ്പെടാതെ വളരെ പെട്ടെന്ന് അകത്തേക്ക് പോയതാണ് അദ്ദേഹം. ഇപ്പോൾ ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ട് കോടതി മുറിയിൽ വീണു എന്നതാണ് അറിയുന്നത്. അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ലിഫ്റ്റിൽ അപ്പുറത്തെ വഴിയിൽ കൊണ്ടുവന്ന് ഇവിടെ പോലീസ് വാഹനങ്ങൾ സജ്ജമാണ്. അതിനുശേഷം നിർദ്ദേശപ്രകാരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനില എന്താണെന്ന് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അത് ആരോഗ്യനില അവിടെ പരിശോധിക്കണം. അല്പസമയത്തിന് കുറച്ചുകൂടി സമയമെടുത്ത് അദ്ദേഹം താഴേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമേ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും അത് ചികിത്സയിൽ തുടരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ചികിത്സയിൽ ആണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ താൽക്കാലികമായെങ്കിലും ഈ റിമാൻഡിൻ്റെ തുടക്ക ദിവസങ്ങളിലെ ജയിൽവാസം ഒഴിവാക്കാൻ സാധിച്ചേക്കും. എന്തായാലും അത് അത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ കസ്റ്റഡിയിൽ ഉള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ട ഒരാൾക്ക് ഈ തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഈ ജയിലിലേക്ക് അയക്കുന്ന കാര്യങ്ങളിലടക്കമുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. രേണുക, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി. ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാമൻ പിള്ളയെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നിയോഗിച്ചിരുന്നത്. പക്ഷേ അവർ ഉന്നയിച്ച വാദങ്ങളൊക്കെ കോടതി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ അവിടെ കോടതിക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നോക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇനി അവിടെ വിശ്രമിച്ചതിന് ശേഷം ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ല എങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തുടർ നടപടികൾ എന്താണ് എന്നത് വെച്ചാൽ തീരുമാനിക്കും. ജില്ലാ ജയിലിലേക്കാണോ സബ് ജയിലിലേക്കാണോ നീക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദങ്ങൾ കോടതി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനെ. ഇതുവരെ നമുക്കറിയാം നിയമ നടപടികൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുമ്പോഴൊക്കെ അതിനെ വളരെ ലാഘവത്തോടുകൂടി നേരിട്ട, പല കോണിൽ നിന്നും വിമർശനങ്ങൾ നേരിടുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാതെ ആ അധിക്ഷേപ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ ആവർത്തിച്ചുന്നയിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തെ ഉലച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇളവ് തേടുകയാണ് ബോബി ചെമ്മണ്ണൂർ. എന്തായാലും അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുന്നു കോടതി. വി ആർ കാർത്തിക് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. കാർത്തിക്, ഇത് തന്റെ പോരാട്ടത്തിന്റെ തുടക്കമാണ്. താൻ തുടർ പോരാട്ടങ്ങൾ തന്നെ നടത്തും. ബോബി ചെമ്മണ്ണൂരിന്റെ പണത്തിന്റെ ബലത്തിലാണ് മറ്റുള്ളവരും തനിക്കെതിരെ അധിക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് നടി സൂചിപ്പിച്ചിരുന്നു. യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമത്തിൽ തനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മറ്റു പലർക്കുമെതിരെ ഏതാണ്ട് 30ഓളം പേർക്കെതിരെ തെളിവുകൾ സഹിതം പരാതിയും നൽകിയിട്ടുണ്ട് നടി. ഇപ്പോൾ ആ അധിക്ഷേപ പരാമർശങ്ങൾക്ക് മുന്നിൽ നിന്ന ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു മെസ്സേജ് അല്ലേ? മറ്റുള്ളവരും അങ്കലാപ്പിലാകുന്ന സാഹചര്യമല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും സോഷ്യൽ മീഡിയ വഴി ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നവർക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ് കോടതിയുടെ ഈ വിധി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം
ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശത്തിന് പിന്നാലെ പല അക്കൗണ്ടുകളിൽ നിന്നും അശ്ലീല കമന്റുകൾ ഉണ്ടായിരുന്നു. 20ഓളം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിവരം പുറത്തു വന്ന ശേഷം, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് ശേഷം പല അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ലൈംഗിക അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നവർക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതും അവർക്കുള്ള ഒരു സന്ദേശവും ആണ് ഈ കോടതിയുടെ വിധി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചതും അതാണ്. നമുക്കറിയാം, ഭാരതീയ ന്യായ സംഹിതയുടെ 75(4)(1) അതോടൊപ്പം തന്നെ IT വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്തിരുന്നത്. കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നും ഇന്ന് വാദത്തിനിടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട വാദം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങളിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ, നേരത്തെ ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടക്കം ചൂണ്ടിക്കാട്ടിയ പലർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്കൊക്കെ പോലീസിന് കടക്കണമെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ വഴി ഒന്നും നോക്കാതെ ഇത്തരത്തിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാവുന്ന, പ്രത്യേകിച്ച് നടിമാർക്കെതിരെയും അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെയും ഒക്കെയുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജാമ്യം നൽകുന്നതിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച അതിശക്തമായ വാദങ്ങളാണ് ഇത്തരത്തിൽ കോടതിയിൽ നിർണായകമായത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് ഒരു സമകാലിക പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അടക്കം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഒരു തവണയല്ല പലതവണ പല അഭിമുഖങ്ങളിലടക്കം അദ്ദേഹം പലർക്കെതിരെയും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അധിക്ഷേപ പരാമർശങ്ങൾക്ക് വലിയൊരു വിഭാഗത്തിന്റെ അത് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം അതിനനുകൂലമായി കമന്റ് ചെയ്യുന്നു. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ ഒരു പടി കൂടി കടന്ന് ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഏതായാലും അങ്ങനെ ഒരു കെട്ടഴിച്ച് വിട്ട രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയാണ് ഈ വിധി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരി, ഒന്ന് തുടരുക കാർത്തിക്. ഇപ്പോൾ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് സംസാരിച്ച രാഹുലിനെതിരെ ഹണി റോസ് ഇന്ന് പോസ്റ്റ് ഇടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. രാഹുൽ, താങ്കൾ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചു. കോടതി പറയുന്നു ജയിലിലേക്ക് പൊയ്ക്കോളാൻ. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടറോട് ക്രോസ് ചെക്ക് ചെയ്യാം. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നാണ്. മെറിറ്റിലേക്ക് കടന്നിട്ടില്ല, ജാമ്യാപേക്ഷയല്ലേ? അതെ, കേസിന്റെ മെറിറ്റിലും ഈ ജാമ്യത്തിന്റെ കാര്യം മാത്രമാണ് അവർ നോക്കിയത്. അതുകൊണ്ട് കോടതിയുടെ മനസ്സെന്താണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതി ഏത് സമീപനമാണ് സ്വീകരിക്കുക, കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം വന്നിട്ടുണ്ടോ എന്ന കാര്യവും സംശയകരമാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ബോബി ചെമ്മണ്ണൂരിനെ ആരും ന്യായീകരിച്ചില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം ശരിയല്ലെന്ന് പറയുകയും അതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഒരു വിമർശനം, ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഹണി റോസിന്റെ വസ്ത്രധാരണവും ബോബി ചെമ്മണ്ണൂരിന്റെ സംസാരവും രണ്ടിനും മാന്യത വേണം. ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾക്കും ഹണി റോസിന്റെ വസ്ത്രങ്ങൾക്കും മാന്യത വേണമെന്ന് പറയുന്നത് ഇത്ര വലിയൊരു തെറ്റാണോ? ഹണി റോസ് എന്നെ വിമർശിക്കുന്നു, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഹണി റോസും ഇത്തരം കാര്യങ്ങളിൽ മാന്യത പുലർത്തണമെന്ന് പറയുന്നതും ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്നാണ്. അതെങ്ങനെയാണ് രാഹുൽ തീരുമാനിക്കുന്നത്? വസ്ത്രധാരണത്തിന്റെ മാന്യത ഏത് ലെവൽ വരെ എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കാൻ രാഹുലിന് അവകാശമില്ലല്ലോ. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ വസ്ത്രധാരണം നടത്തുന്നുള്ളൂ എന്നത് നേരത്തെ തന്നെ ഹണി റോസ് സൂചിപ്പിച്ചതുമാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, കോടതി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് നമുക്ക് മനസ്സിലാകുമല്ലോ. ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. വലിയ മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്ന് വാദിച്ചിട്ടും ജാമ്യം കിട്ടിയിട്ടില്ല. അല്ല, രാമൻപിള്ള സാറാണ് അപ്പിയർ ചെയ്തത്. രാമൻപിള്ള സാർ ഇതിന്റെ കാലതാമസം അടക്കമുള്ള സാങ്കേതികവും നിയമപരമായ കാര്യങ്ങൾ കടന്നു. ഇനി ഒരുപക്ഷെ ജാമ്യത്തിന് വേണ്ടി വരുമ്പോൾ പോലും കോടതി അതിന്റെ മെറിറ്റ് ഒന്ന് നോക്കൂ. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് കോടതികൾ പലപ്പോഴും ജാമ്യം വരുമ്പോഴും ഓവറോൾ കേസിന്റെ ഒരു മെറിറ്റ് നോക്കുന്നൊരു ശീലം പലപ്പോഴും ഉണ്ട്. നമ്മൾ ശ്രീ ദിലീപിന്റെ കേസിലും ശ്രീ സിദ്ദിഖിന്റെ കേസിലും ഒക്കെ കാണുന്നതാണ്. അപ്പം കോടതിയുടെ മനസ്സ് നമുക്ക് അറിയാൻ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കേരള സമൂഹത്തിൽ വ്യാപകമായ ഒരു അഭിപ്രായമുണ്ടെന്ന് ആരും മറന്നു പോകരുതെന്ന് മാത്രമാണ്. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം നടത്തിയതിനുള്ള
ആദ്യ പണിയാണ് ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ മറ്റുള്ളവർക്ക് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഓഡിറ്റിംഗിന് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റു മോശം പരാമർശങ്ങൾ പല ചാനൽ ചർച്ചകളിലും ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെ ആയാലും താങ്കളും നടത്തിയിട്ടുള്ളത് താങ്കൾക്ക് തന്നെ ഓർമ്മയുണ്ടായിട്ടുണ്ടാകുമല്ലോ, ക്ഷമ പറയേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ ഇതൊരു കൃത്യമായ മെസ്സേജ് അല്ലേ, ഇതൊരു കൃത്യമായ മെസ്സേജ് അല്ലേ രാഹുൽ ഈശ്വർ? ഈ ഇന്നത്തെ കോടതി നടപടി, ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായ മെസ്സേജ് അല്ലേ? ഒരു സ്ത്രീക്കെതിരെയും ഒരു മോശം പരാമർശവും ഞാൻ എവിടെയും നടത്തിയിട്ടില്ല. അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ എന്റെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ എന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ത്രീകളെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടേ നിലപാടെടുക്കാറുള്ളൂ. വാക്കിന് മിതത്വം വേണമെന്ന് പറയുന്നത് പോലെ നമ്മൾ വസ്ത്രധാരണത്തിനും മിതത്വം വേണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് ഒരു തെറ്റാണോ? ഏത് രീതിയിലും, അതായത് പുരുഷൻ മാത്രമാണ് എല്ലാ കാര്യത്തിലും തെറ്റെന്ന് കരുതാതെ പുരുഷനും സ്ത്രീക്കും രണ്ടുപേർക്കും മാന്യത വേണം, മര്യാദ വേണം, സഭ്യത വേണം. പുരുഷന്റെ വാക്കിലും നോക്കിലും മാന്യത വേണം, സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ മര്യാദ വേണം എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണോ? അപ്പൊ ഇത്തരം കാര്യങ്ങളെ മനഃപൂർവ്വം വളച്ചൊടിച്ച് സ്ത്രീകൾ മാത്രം ഇരകളും പുരുഷനെന്നും വേട്ടക്കാരനും മാധ്യമങ്ങൾ ശതമാനം സാധാരണക്കാരും ഇതിനെതിരെ നിലപാടെടുക്കുന്നതിന്റെ കാര്യം എന്താ? പൊതുജനങ്ങളുടെ സെന്റിമെന്റ്സ് എന്താണെന്ന് കാണാൻ കഴിയും. കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലൊരു നിലപാടെടുക്കാൻ കഴിയൂ. രാഹുൽ എന്നെ കേൾക്കാമോ? കേൾക്കാം, പറയും. രാഹുൽ ഉൾപ്പെടെയുള്ള ഈ ഹണി റോസിന്റെ വസ്ത്രത്തിൽ ഓഡിറ്റിംഗിന് ഇറങ്ങുന്ന ആരെങ്കിലും ഏതെങ്കിലും പുരുഷന്മാരുടെ വസ്ത്രത്തിന്റെ വസ്ത്രധാരണ രീതിയുടെ ഓഡിറ്റിംഗ് നടത്താറുണ്ടോ? ഇല്ലല്ലോ. പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിന്റെയും വാക്കുകൾക്കും ഓഡിറ്റ് നടത്താറില്ലേ? പലപ്പോഴും ആ ഓഡിറ്റ് നടത്തിയതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കണ്ണടച്ചിരുട്ടാകുന്ന രേണുകാജിയുടെ സമീപനത്തോടാണ് വസ്ത്രധാരണത്തിന്റെ കാര്യമാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഇവിടെ താങ്കൾ ഈ നടിക്കെതിരെ ആരോപണം ഞാൻ ഒരു വരി താങ്കൾ ശ്രദ്ധിക്കണം. താങ്കൾ പറഞ്ഞ ചോദ്യം കേട്ടു, ഇടയ്ക്ക് ടെക്നിക്കൽ എന്തോ പ്രശ്നം ഉണ്ടായി. ഫറാ ഷിബില എന്നുള്ളൊരു അഭിനേത്രി, കലാകാരി, അവർ തന്നെ ഹണി റോസിനെതിരെ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് പറയുകയാണ് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺനോട്ടങ്ങളെയും ഏറ്റവും വിപണന സാധ്യത ഉള്ള ഒരു കാര്യമാക്കി മാറ്റി. രാഹുൽ ഇല്ല, ഒരിക്കലുമല്ല. അത്തരം വിമർശനങ്ങളും പൊതുമണ്ഡലത്തിലും പൊതുബോധത്തിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി താങ്കളുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെ പലരും പറയുന്നുണ്ട്. പുരുഷനെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നത് തെറ്റാണ്, അതേപോലെ സ്ത്രീയെ മറ്റൊരു വാക്ക് വിളിക്കുന്നതും തെറ്റാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണെന്നാണ് പറഞ്ഞത്. ഇതൊരു യുദ്ധമാണല്ലോ. ഈ അധിക്ഷേപ പരാമർശം നടത്തിയവർക്കെതിരായ ഒരു യുദ്ധമായിരുന്നു ഹണി റോസ് നടത്തിയത്. അതിൽ ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ ആദ്യ ജയം ഹണി റോസിന് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ആദ്യ കാര്യം, ഇതൊരു യുദ്ധമല്ല, ഇതൊരു സാംസ്കാരിക സംവാദം മാത്രമാണ്. സമൂഹം മാറുമ്പോൾ, സമൂഹം ഇവോൾവ് ചെയ്യുമ്പോൾ സഭ്യതയുടെ അതിർവരമ്പുകൾ എവിടെ വരയ്ക്കണം എന്നുള്ളൊരു ഹെൽത്തി ഡിസ്കഷനും ഡിബേറ്റും മാത്രമാണ്. ഇതൊരു ആശയപരമായ യുദ്ധമോ പ്രത്യയശാസ്ത്രപരമായ യുദ്ധമോ കായികമായ യുദ്ധമോ ഒന്നുമല്ല. ഹണി റോസ് ഇതൊരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നൊക്കെ പറഞ്ഞു. എന്തിനെതിരെയുള്ള യുദ്ധമാണെന്ന് എനിക്കറിയില്ല. ഇതൊരു അധിക്ഷേപ പരാമർശം നടത്തുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആളാവാൻ ശ്രമിക്കുന്നവർക്കെതിരായ യുദ്ധം എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ ഇത് നടത്തുന്നു എന്നതാണ് ഹണി റോസ് പറഞ്ഞത്. സമാനമായ പരാമർശങ്ങൾ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഹണി റോസിനോട് നേരിട്ട് പറയുകയും ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഹണി റോസിനോട് നേരിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കാട്ടി എക്സ്പ്ലിസിറ്റ് ആണ്, ഇതിനേക്കാൾ സെക്ഷുവലി കളേർഡ് റിമാർക്സ് ആണ്. അപ്പൊ അത്തരം പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊന്നും കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അവിടെയാണ് പുരുഷനെ എപ്പോഴും കരിവാരി തേക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ല. ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല. ബോച്ചെ പറഞ്ഞത് പിൻവലിക്കണം, ഹണി റോസിനോട് ക്ഷമ പറയണമെന്നാണ് പറഞ്ഞത്. ആ ക്ഷമ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി ഹണി റോസ് കാണിക്കണം. ഇനിയിപ്പം കോടതിയിൽ പോയതുകൊണ്ട് എങ്ങനെ അത് ശരി രാഹുൽ, എന്തായാലും ഇപ്പോൾ അഭിഭാഷകർ പുറത്തേക്ക് വരികയാണ്. അവരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിൽ രാംപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഏത് സാഹചര്യത്തിലായിരുന്നു ജാമ്യം പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെടേണ്ടി വന്നത്? ഓർഡർ പഠിച്ചിട്ടില്ല. അല്ല, ഇന്നിപ്പോ ആശുപത്രിയിൽ ഇപ്പൊ എന്തൊരു ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടല്ലോ, ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആവശ്യമില്ല. അത് ആശുപത്രിയിലെ ഡോക്ടറും അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടും തീരുമാനിക്കണം. നമ്മളിപ്പോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, അത് ദേ വിൽ ടേക്ക് കെയർ. അതിനകത്തൊന്നും നമ്മുടെ ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. ഏത് ജയിലിലേക്കാണ് മാറ്റുന്നത്? നമ്മുടെ സബ് ജയിൽ എറണാകുളമായിരിക്കും. സബ് ജയിൽ നമ്മൾ പ്രത്യേകം ജില്ലാ ജയിലിലേക്ക് മാറ്റമൊന്നുമില്ല. അത്തരത്തിലുള്ള ആവശ്യമെല്ലാം വെച്ചിട്ടുണ്ടോ?
ഒന്നുമില്ല. ആശയിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. മെഡിക്കൽ ആവശ്യമായിട്ട് എവിടെയാണ് കൊണ്ടുപോകുന്നത്? മെഡിക്കൽ അറിയില്ല, അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. പ്രധാനമായി വാദങ്ങൾ ഉന്നയിച്ചിരുന്നത് ജാമ്യത്തിരിക്കാവുന്ന കേസാണ് എന്ന് തന്നെയല്ലേ പ്രധാനമായി ബാധിച്ചിരുന്നത്? തീർച്ചയാണ്. അല്ലേ, നമ്മൾ ആ ഓർഡർ പഠിച്ചാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ. നമ്മൾ ഈ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ഇതിന് മുന്നോട്ട് പോയിരുന്നത്? ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്, എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. അതല്ല സാറേ, ഈ പ്രോസിക്യൂഷൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കരുത്, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഓർഡർ പഠിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞാല് കാര്യമാണ്. പഠിക്കട്ടെ, ഓർഡർ പഠിച്ചതിന് ശേഷം അപ്പീലല്ല, നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അത് രാംപിള്ള സാറാണ് തീരുമാനിക്കേണ്ടത്. രാംപിള്ള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. അല്ല, അത് സാറുമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. പ്രതിഭാവകം അഭിഭാഷകനാണ്. ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് പറയുന്നു. പ്രത്യേക ഒരു പരിഗണനയുടെ ആവശ്യമില്ലല്ലോ, പ്രത്യേക പരിഗണനയുടെ ആവശ്യമില്ല. അദ്ദേഹം ഏതെങ്കിലും സമയത്ത് ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു സാർ? പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണമാണ് കേട്ടത്. ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നാളെ മൂവ് ചെയ്യും എന്ന് പറയുന്നു. മറ്റ് തുടർ നടപടികൾ എന്ത് വേണം എന്നതുള്ളത് അഭിഭാഷകനോട് ആലോചിച്ച് അഡ്വക്കേറ്റ് രാമൻ പിള്ളയോട് ആലോചിച്ച് ചെയ്യും എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? എന്തുകൊണ്ട്